നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരത്തിലെ എല്ലാ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും അംഗീകരിച്ച് ഉത്തരവിറക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ. അട്ടപ്പാടി ചുരം യാത്രാ ദുരിതം, ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. നെല്ലിയാമ്പതിയിൽ 27-ന് ഹർത്താൽ. വിജയുടെ 50-ാം പിറന്നാൾ ഏകദിന ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ആഘോഷിച്ചു. പാലക്കാട് നഗരസഭാ പരിധിയിലുള്ള മുഴുവൻ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും നഗരസഭാ കൗൺസിൽ അടിയന്തരമായി അംഗീകരിച്ച് ഉത്തരവിറക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ടൗൺ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സമ്മേളനം യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി അബ്ദുൽ സുക്കൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ മേഖലാ പ്രസിഡന്റ് ജെയ്സൺ പള്ളായി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം TP രാധാകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി മെഹ്റാജ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, ശശിധരൻ, ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളായ രവി താരേക്കാട്, മുഹമ്മദ് ഷെരീഫ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സമ്മേളനം മേഖലാ പ്രസിഡന്റായി ജെയ്സൺ പള്ളായിയെയും സെക്രട്ടറിയായി S മെഹ്റാജിനെയും ട്രഷററായി S ഫിറോസിനെയും തിരഞ്ഞെടുത്തു. അട്ടപ്പാടി ചുരം വഴി മഴക്കാല യാത്ര ദുരിതം. വെല്ലുവിളി നിറഞ്ഞതാണ് അട്ടപ്പാടി ചുരത്തിലൂടെയുള്ള മഴക്കാല വാഹനയാത്ര. ചുരത്തിന്റെ ചില ഭാഗത്ത് അഗാധമായ താഴ്ചയാണ്. ഇതിൽ 7-ാം വളവിന് സമീപം റോഡ് ഇടുങ്ങിയതാണ്. ഒരേ സമയം ഒരു വലിയ വാഹനത്തിന് മാത്രമേ കടന്നുപോകാൻ സാധിക്കൂ. ചിലയിടങ്ങളിൽ മരങ്ങളുടെ ശിഖരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതും ആശങ്കപ്പെടുത്തുന്നുണ്ട്. മഴക്കാലത്ത് മണ്ണിടിച്ചിലും മരം വീഴുന്നതും ചുരം യാത്രയ്ക്ക് വെല്ലുവിളിയാണ്. റോഡരികിലുള്ള ഉണങ്ങിയ വലിയ മരങ്ങളാണ് പലപ്പോഴും റോഡിന് കുറുകെ വീഴുന്നത്. 9-ാം വളവിനടുത്തായി ഇത്തരം മരങ്ങൾ അധികമായുണ്ട്. യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയോ കൊമ്പുകൾ വെട്ടി ഒഴിവാക്കുകയോ ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മഴ സമയങ്ങൾ കോടമഞ്ഞിറങ്ങുന്നതും ചുരം റോഡിലെ പതിവ് കാഴ്ചയാണ്. ഡ്രൈവർമാർക്ക് റോഡ് വ്യക്തമായി കാണാനാകില്ല. കഴിഞ്ഞ ദിവസം 10-ാം വളവിന് സമീപം KSRTC ബസ് അപകടത്തിൽപ്പെട്ടത് ആശങ്ക പരത്തിയിരുന്നു. ബ്രേക്ക് നഷ്ടമായ ബസിനെ പാതയോരത്തെ പാറക്കെട്ടിലിടിച്ചു നിർത്തിയാണ് ഡ്രൈവർ രക്ഷകനായത്. ചുരത്തിലൂടെയുള്ള യാത്ര സുരക്ഷിതമാക്കാൻ റോഡ് വീതി കൂട്ടി വികസിപ്പിക്കണമെന്നും കൊക്കകളുള്ള ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. നെല്ലിയാമ്പതിയിൽ 27-ന് ഹർത്താൽ ആചരിക്കാൻ സർവകക്ഷി യോഗം തീരുമാനം. ജനവാസ മേഖലയായിട്ടും നെല്ലിയാമ്പതിയിലേക്കുള്ള റോഡ്, വെള്ളം, വെളിച്ചം എന്നിവ എത്തിക്കുന്ന പദ്ധതിയിൽ വനം വകുപ്പ് അനുമതി നൽകാതെ പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നത് ആരോപിച്ചാണ് ഹർത്താൽ. ശക്തമായ മഴ തുടങ്ങിയതോടെ നെല്ലിയാമ്പതിയിലേക്ക് വരുന്ന പ്രധാന വൈദ്യുത ലൈനിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പുതിയ ടവർ സ്ഥാപിച്ച വൈദ്യുതി എത്തിക്കാൻ 20 ലക്ഷം രൂപ KCB വകയിരുത്തിയെങ്കിലും വനമേഖലയിൽ ടവർ നിർമ്മിച്ച വൈദ്യുതി ജില്ലയിൽ വലിക്കാൻ 10 മാസമായിട്ടും വനം വകുപ്പ് അനുമതി നൽകിയിട്ടില്ലെന്ന് നെല്ലിയാമ്പതി വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു. യോഗത്തിൽ നെല്ലിയാമ്പതി വികസന സമിതി പ്രസിഡന്റ് റഷീദ് ആലത്തൂർ അധ്യക്ഷനായി. RSP നെന്മാറ മണ്ഡലം സെക്രട്ടറി അബ്ദുൽ ഖാദർ, നെല്ലിയാമ്പതി റിസോർട്ട്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജോൺസൺ, ദിനേശ് നെല്ലിയാമ്പതി, സംയുക്ത ടാക്സി യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തമിഴ്നടൻ വിജയുടെ 50-ാം ജന്മദിനം ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടെ ആഘോഷിച്ചു. അറിയാലോ, നമ്മളെല്ലാം സിനിമയൊക്കെ കാണുന്നു. ഇവിടെ എല്ലാ വർഷവും ഈ കൂട്ടുകാര്, വിജയന്റെ ഫാൻസ് അസോസിയേഷൻ ഇവിടെ വന്ന് നമുക്ക് ഭക്ഷണം നൽകുകയും നമ്മളോടൊപ്പം ആയിരിക്കുകയും ഇവരുടെ സ്നേഹം നമ്മളുമായി പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട്. ഈ അവസരത്തിൽ ഈ ഭക്ഷണവും ഇവരുടെ എല്ലാ പരിപാടികളും സംഘടിപ്പിച്ച ഈ ഫാൻസ് അസോസിയേഷനും ഇതിൻ്റെ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭവനത്തിന്റെയും ജന്മദിനാഘോഷങ്ങൾ അടിച്ചുപൊളിച്ച് അനാവശ്യ ചിലവുകൾ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ തമിഴ് സിനിമാ നടൻ വിജയുടെ 50-ാം പിറന്നാൾ തമിഴകം വെട്രിക്കഴകം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആഘോഷിച്ചു. മലമ്പുഴ കൃപാസദൻ വൃദ്ധമന്ദിരത്തിൽ പ്രഭാത ഭക്ഷണം നൽകിക്കൊണ്ടാണ് ജന്മദിനാഘോഷ പരിപാടികൾ ആരംഭിച്ചത്. സിസ്റ്റർ സാവിയോ CHF ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് A കാജ ഹുസൈൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി V വിനോദ്, വൈസ് പ്രസിഡന്റ് G നിസാർ, ട്രഷറർ J ഫൈസൽ, മലമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് S ശ്രീവത്സൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലത്തൂരിൽ വൃക്കരോഗികൾക്ക് ചികിത്സാ സഹായം നൽകൽ, കൊല്ലങ്കോട് വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം നൽകൽ, നെന്മാറ പഴയ ഗ്രാമം LNUP സ്കൂളിലെ 50 വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങൾ വിതരണം എന്നിവയാണ് ഇന്നത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെന്ന് ജില്ലാ പ്രസിഡന്റ് കാജ ഹുസൈൻ പറഞ്ഞു.
സംസ്ഥാന സർക്കാർ തെറ്റുതിരുത്തി യോഗം പാഠ്യപദ്ധതി ഭാഗമാക്കണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം ഇപ്പോഴും യോഗയെ മതപരമായ ചടങ്ങായാണ് കാണുന്നത്. വോട്ട് ബാങ്കിനെ പേടിച്ച് സംസ്ഥാന ഭരണകൂടം യോഗ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും യോഗയെ ജനം സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ, നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാലൻ, പതഞ്ജലി യോഗ കോർഡിനേറ്റർ E. ടിയപ്പ സ്വാമി എന്നിവർ പ്രസംഗിച്ചു. BJP ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ, ഭാരവാഹികളായ C. മധു, നവീൻ വടക്കന്തര, M. സുനിൽ, രാമകൃഷ്ണൻ, സിനി മനോജ്, V. സത്യഭാമ, അശ്വതി മണികണ്ഠൻ, KC മിലൻ, KV വിശ്വനാഥൻ, സുരേഷ് M. ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി. മൂഴികുളം ശാല ഫൗണ്ടേഷൻ ഞാറ്റുവേല ഫെസ്റ്റിവൽ വിജ്ഞാനത്തിന്റെയും ആഘോഷത്തിന്റെയും പെരുമഴയായി. പ്രതിപാദിച്ച പോലെ ഒരു മഹോത്സവമായിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പോൾ അതിന് മുൻകൈ എടുത്തുള്ള പ്രേമമാഷയും സംഘാംഗങ്ങളെയും അതിൻ്റെ ദി ഹോൾ ടീം എന്ന് ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിൻ്റെ പങ്കാളികളാണ്. സജീവ സാന്നിധ്യം കൊണ്ടും അവരുടെ സംഭാവന കൊണ്ടും ഭാവന കൊണ്ടും തികച്ചും ധന്യമാക്കുന്നവരാണ്. അപ്പോൾ കേവലം ഒറ്റപ്പെട്ടതല്ല നമ്മുടെ ഉദ്യമങ്ങൾ. അതിനൊരു സാകല്യമുണ്ട്, സമഗ്രതയുണ്ട്, അതൊരു ഹോളിസ്റ്റിക് ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പ്രബുദ്ധമായ ഒരു സദസ്സിൽ കുറേയധികം കാര്യങ്ങൾ പറയേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ ചില സൂചനകൾ മാത്രം ഇവിടെ പറയുകയാണ്. അപ്പം അതിൽ നമ്മൾക്കറിയാവുന്ന ഒരു ചൊല്ലുണ്ട്, ഭരണിയിലിട്ട വിത്തും ഭരണിയിലിട്ട മാങ്ങയും അച്ഛൻ വളർത്തിയ മക്കളും കേടാകില്ല എന്നുള്ളതാണ്. അപ്പം ഞാറ്റുവേല, അശ്വതി, ഭരണി അങ്ങനെ തുടങ്ങുകയാണല്ലോ. പക്ഷെ അശ്വതിക്ക് മുമ്പ് തന്നെ നമുക്കറിയാം, കുംഭമാസത്തിൽ കർഷകൻ അതിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ കുംഭത്തിലെ പൗർണമി നാളിലാണ് ചേന നടുന്നത്. അത് അതിൻ്റെ വാവട്ടം എത്രമാത്രം വിസ്തൃതമാകുന്നു, കാലദേശങ്ങൾക്കനുസൃതമായി ചിട്ടപ്പെടുത്തിയ കൃഷകത്തിൻ്റെ ആ സഹസ്രദളങ്ങൾ മനുഷ്യ സഞ്ചയം ആവാഹിച്ചുകൊണ്ട് പല ശതങ്ങളായിട്ട് നൂറ്റാണ്ടുകളായി നെഞ്ചിലേറ്റി അത് അടുത്ത തലമുറകൾക്ക് കൈമാറുകയാണ്. അതുകൊണ്ട് തന്നെ കാലം നോക്കി കൃഷി, ചാട്ടം, താളം നോക്കി ചാട്ടം എന്ന് പറയുന്നത്. അതാണ് താളത്തിനെ കുറിച്ച്, താളാത്മതയെ കുറിച്ചും നമ്മളിവിടെ പറയുന്നത്. നമ്മൾ കൃഷി ചെയ്യുന്നതിനാണ്. ഇപ്പം ഞാറ്റുവേലകൾ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും ആഗോള താപനത്തിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പരിവർത്തന വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനെ ഉപജീവനത്തിനും അതിജീവനത്തിനും ആയിട്ട് എങ്ങനെ നമുക്ക് രൂപപ്പെടുത്തണം എന്നുള്ളത്. രാവിലെ 6 മണിക്ക് യോഗ ട്രെയിനർ അജിത ശ്രീധരന്റെ നേതൃത്വത്തിൽ യോഗ പ്രദർശനം നടന്നു. രാവിലെ 10 മണിക്ക് നടന്ന ഉദ്ഘാടന സമ്മേളനവും ഞാറ്റുവേല ഫെസ്റ്റിവലും ഡോക്ടർ MP മത്തായി ഉദ്ഘാടനം ചെയ്തു. പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SV ജയദേവൻ, വാർഡ് മെമ്പർ M ജോയി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മൂഴികുളം ഫൗണ്ടേഷന്റെ സാധ്യതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി VS സുഭാഷ്, തിരുവാതിര ഞാറ്റുവേല വിചാരങ്ങളെ സംബന്ധിച്ച് VK ശ്രീധരൻ, വേർഡ് ലോക്കലൈസേഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി EP അനിൽ എന്നിവർ പ്രഭാഷണം നടത്തി. പ്രഭാഷണങ്ങൾ വിജ്ഞാനപ്രദവും പ്രൗഢഗംഭീരവുമായിരുന്നു. ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് കാർബൺ ന്യൂട്രൽ ഭക്ഷണം നൽകി. ഉച്ചയ്ക്ക് 2 മണിക്ക് കുരുത്തോല ഡെക്കറേഷൻ പരിശീലനം ജോൺ ബേബി നൽകി. തുടർന്ന് നടന്ന ലോക സംഗീത ദിനത്തിൽ സനൽ പോറ്റി പ്രഭാഷണം നടത്തി. വൈകുന്നേരം 5:30 പട്ടോർമകളുടെ പൗർണമി എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ചർച്ച നടന്നു. സനൽ പോറ്റി, രമേശ് കുറുമശ്ശേരി, ബാബു കുറുമശ്ശേരി, KP ആന്റണി, TR പ്രേംകുമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വൈകുന്നേരം 6:30 വിവേക് മൂഴികുളം, ശ്രീരാം
ശ്രീറാം ശ്രീധർ, പരമേശ്വരൻ മൂഴികുളം, രമേശ് ചാലക്കുടി എന്നിവർ മഴരാഗങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് നിഷ സുഭാഷ് ഭരതനാട്യം സോളോ അവതരിപ്പിച്ചു. മൂഴികുളം ശാല ഫൗണ്ടേഷൻ ഡയറക്ടർ TR പ്രേംകുമാറിന്റെ നേതൃത്വത്തിലാണ് ഞാറ്റുവേല ഫെസ്റ്റിവൽ നടന്നത്. മൂഴികുളം ശാലയുടെ പടിപ്പുര കടക്കുമ്പോൾ ഓരോ ജീവിതവും മാറിമറിയുമെന്ന് ഡയറക്ടർ TR പ്രേംകുമാർ പറഞ്ഞു. ശാല കഴിഞ്ഞ 21 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ ലോക്കൽ ഈസ് അവർ ഫ്യൂച്ചർ എന്ന ഒരൊറ്റ ആശയത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് 4 ദിനങ്ങളാണ് ഒരുമിച്ച് ആഘോഷിച്ചത്. വേൾഡ് ലോക്കലൈസേഷൻ ഡേ, തിരുവാതിര ഞാറ്റുവേല, ലോക സംഗീത ദിനം, ലോക യോഗ ദിനം എന്നിവയാണ് നടത്തിയത്. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ഭാരതപ്പുഴയിൽ പോത്തിന്റെ അഴുകിയ ജഡം കണ്ടെത്തി. ഭാരതപ്പുഴയിലെ തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന് സമീപം അത്താണി ഭാഗത്ത് പോത്തിന്റെ അഴുകിയ ജഡം കണ്ടെത്തി. ഇതോടെ റെഗുലേറ്ററിലെ പമ്പിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ നിരവധി പഞ്ചായത്തുകളിലേക്കും പട്ടാമ്പി, കുന്നംകുളം, ചാവക്കാട് നഗരസഭകളിലേക്കും വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൽ നിന്നാണ് കുടിവെള്ളം പമ്പ് ചെയ്യുന്നത്. അത്താണി ഭാഗത്ത് ഭാരതപ്പുഴയിലേക്ക് തുറക്കുന്ന തോട്ടിൽ വെള്ളിയാഴ്ച രാവിലെയാണ് പോത്തിന്റെ അഴുകിയ ജഡം കണ്ടത്. ദുർഗന്ധമുയർന്നതിനെ തുടർന്നാണ് നാട്ടുകാർ തിരച്ചിൽ നടത്തിയത്. പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള ഭാഗത്ത് കൂടുതൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയിട്ടുണ്ടെന്നും 2 എണ്ണം താഴേക്ക് ഒഴുകിപ്പോയെന്നും നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും സ്ഥിരീകരണമില്ല. പോത്തുകളെ ഭാരതപ്പുഴയിലേക്ക് മേയാൻ വിടുന്നത് പതിവാണ്. ഇവയിൽ ചിലത് ചാകാറുണ്ടെന്നും ഇവയെ പുഴയ്ക്കു സമീപം വലിയ ആഴത്തിലല്ലാത്ത കുഴിയെടുത്ത് കുഴിച്ചിടാറുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നിലവിൽ ഒരു പോത്തിന്റെ ജഡമാണ് പുഴയിലുള്ളതെന്നും ഇതിനെ പുറത്തെടുത്ത് സംസ്കരിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ടെന്നും തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ അറിയിച്ചു. വയലുകളിൽ വെള്ളക്കെട്ട്, വിളയിറക്കാനാകാതെ കർഷകർ. വയലുകളിൽ വെള്ളക്കെട്ട് കാരണം വിളയിറക്കാനാകാതെ ലക്കിടിയിലെ കർഷകർ. വയലുകളിൽ നിന്ന് ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്ക് റെയിൽവേ അധികൃതർ തടഞ്ഞതിനെ തുടർന്നാണ് വയലുകളിൽ വെള്ളം നിറഞ്ഞത്. ഇതോടെ ഒന്നാം വിളയിറക്കാനാകാതെ 55 ഏക്കറോളം ഒന്നാം വിള കൃഷി അവതാളത്തിലായി. ഓവുചാൽ പുതുക്കി പണിയുന്നതിന് മുൻകൂറായാണ് മണൽച്ചാക്കുകൾ നിരത്തി വയലിൽ നിന്നുള്ള നീരൊഴുക്ക് തടയുന്നതെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. ഓവുപാലത്തിന് സമീപത്തുകൂടെ വണ്ടി വേഗം കുറച്ചാണ് കടന്നു പോകുന്നത്. ഓവുപാലത്തിന്റെ ബലക്ഷയം കൊണ്ടാണ് പാലം പുതുക്കി പണിയുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. പ്രദേശത്ത് പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലക്കിടി, അടിയമ്പാടം പാടശേഖരങ്ങളിലെ കർഷകരാണ് ദുരിതത്തിലായത്. ഓവുപാലം പുതുക്കി പണിയാനുള്ള നടപടികൾ 1 വർഷം മുമ്പേ ആരംഭിച്ചിരുന്നെന്നും എന്നാൽ ബന്ധപ്പെട്ടവർ പണി തുടങ്ങാൻ താമസം വരുത്തുകയായിരുന്നെന്നും കർഷകർ പരാതിപ്പെട്ടു. പ്രശ്നം ഗുരുതരമായിട്ടും അധികൃതർ കൃത്യസമയത്ത് പണി ആരംഭിച്ചിട്ടില്ലെന്നും കർഷകർ കൂട്ടിച്ചേർത്തു. പ്രശ്നപരിഹാരത്തിനായി ജനപ്രതിനിധികളെ സമീപിക്കുമെന്നും അടിയന്തരമായി നീരൊഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും പാടശേഖര സമിതി സെക്രട്ടറി L പരമേശ്വരൻ പറഞ്ഞു. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ 2ാം വിളയിറക്കാനും കഴിയാത്ത സ്ഥിതി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം പ്രവർത്തനം ആരംഭിച്ചു. മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ കല്ലിടുക്കിൽ അടിപ്പാത നിർമ്മിക്കുന്നതിനായുള്ള പണികൾ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ വഴിതിരിച്ചു വിടുന്നതിനുള്ള ജോലികളാണ് തുടങ്ങിയത്. ജംഗ്ഷനിൽ ഇരുഭാഗത്തുമുള്ള മീഡിയനുകൾ പൊളിച്ചു നീക്കി തുടങ്ങി. 37.27 കോടി രൂപ ചെലവിൽ 840 മീറ്റർ നീളമുള്ള മേൽപാത കീഴിലാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. ദേശീയപാതയിൽ മണ്ണൂത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള ഭാഗത്ത് വാണിയമ്പാറ, കല്ലിടുക്ക്, മുടിക്കോട് എന്നിവിടങ്ങളിലാണ് അടിപ്പാത നിർമ്മിക്കുന്നതിന് അനുമതി ലഭിച്ചത്. ഇതിൽ മുടിക്കോട് അടിപ്പാതയുടെ നിർമ്മാണം കഴിഞ്ഞ മാസം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ അടിപ്പാതയ്ക്ക് 5.5 മീറ്റർ ഉയരം വേണമെന്ന് ആവശ്യപ്പെട്ട് കല്ലിടുക്ക് ജനകീയ സമിതി അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്.
നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ പരീക്ഷാ തട്ടിപ്പ് തടയാൻ ഫെബ്രുവരിയിൽ പാസാക്കിയ നിയമം വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിലാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. പുതിയ നിയമപ്രകാരം ചോദ്യപേപ്പർ ചോർത്തിയാൽ 3 മുതൽ 5 വർഷം വരെ ജയിൽ ശിക്ഷയും 10 ലക്ഷം രൂപ പിഴയും ലഭിക്കാം. എല്ലാ കുറ്റങ്ങൾക്കും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുക. അന്വേഷണത്തിനിടെ പരീക്ഷ നടത്തിപ്പുകാർ ക്രമക്കേട് നടത്താൻ കൂട്ടുനിൽക്കുകയോ അതിനുള്ള സാധ്യത അറിഞ്ഞുകൊണ്ട് മറച്ചുവെക്കുകയോ ചെയ്തതായി തെളിഞ്ഞാൽ 3 മുതൽ 10 വർഷം വരെ തടവും 1 കോടി രൂപ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. സംഘടിത കുറ്റകൃത്യമാണെങ്കിൽ കുറഞ്ഞ ജയിൽ ശിക്ഷ 5 വർഷമാകും. ശിക്ഷ സംബന്ധിച്ച് വിവിധ വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലേതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരുന്നത് വരെ IPC വകുപ്പുകൾ തന്നെ ആയിരിക്കും. ജൂലൈ 1-നാണ് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നത്. 24 ലക്ഷം വിദ്യാർത്ഥികൾ മെയ് 5-ന് എഴുതിയ നീറ്റ് പരീക്ഷയുടെ ഫലം ജൂൺ 4-നാണ് NTA പ്രസിദ്ധീകരിച്ചത്. 60-ലേറെ പേർക്ക് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിക്കുകയും 1500-ലേറെ പേർക്ക് ഗ്രേസ് മാർക്ക് നൽകുകയും ചെയ്ത നടപടി പിന്നാലെ വിവാദമായി. വൻ ക്രമക്കേട് നടന്നെന്നും പരീക്ഷ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധമുയരുകയും സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഹർജികൾ എത്തുകയും ചെയ്തു. ജൂൺ 18-ന് 9 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ എഴുതിയ നെറ്റ് പരീക്ഷ ക്രമക്കേട് നടന്നെന്ന് ഉറപ്പായതോടെ തൊട്ടടുത്ത ദിവസം റദ്ദാക്കുകയായിരുന്നു. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കോവിഡ് കാലത്ത് എക്സ്പ്രസ്സുകളാക്കിയ തീവണ്ടികൾ ജൂലൈ 1 മുതൽ പാസഞ്ചറുകളാക്കാനുള്ള തീരുമാനം റെയിൽവേ ബോർഡ് പിൻവലിച്ചു. പാസഞ്ചർ തീവണ്ടികൾക്ക് ജൂലൈ 1 മുതൽ കോവിഡിന് മുൻപുള്ള പഴയ നമ്പറിംഗ് നൽകാനുള്ള തീരുമാനം പിൻവലിക്കുന്നതായി പുതുക്കിയ വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീവണ്ടികളുടെ നമ്പറിന് രീതി നിലവിലെ രീതിയിൽ തുടരുമെന്ന് റെയിൽവേ ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കോവിഡ് കാലത്ത് നിരക്കുയർത്തി എക്സ്പ്രസ്സുകളാക്കിയ 140 തീവണ്ടികൾ ജൂലൈ 1 മുതൽ വീണ്ടും പാസഞ്ചറുകളായി ഓടുമെന്നായിരുന്നു നേരത്തെ ദക്ഷിണ റെയിൽവേ അറിയിച്ചത്. കേരളത്തിൽ സർവീസ് നടത്തുന്ന 39 തീവണ്ടികളും ഇതിൽ ഉണ്ടായിരുന്നു. തീവണ്ടികൾ വീണ്ടും പാസഞ്ചർ ആവുന്നതോടെ കുറഞ്ഞ നിരക്ക് 30-ൽ നിന്നും 10 രൂപയായി കുറയുകയായിരുന്നു. മധുക്കരയിൽ പരസ്യ കമ്പനി ഉടമയെ ആക്രമിച്ച 7 പേരെ പിടികൂടി. പാലക്കാട് മുതലമടയിലെ ഹരീഷ് കുമാർ 28, ചിറ്റൂർ നല്ലേപ്പള്ളി അന്തിത്തിര അനീഷ് 38, കുന്നത്തൂർ മേട് ചേർക്കാട് ചിത്ര ഹൗസിൽ നന്ദകുമാർ 31, കൊഴിഞ്ഞാമ്പാറ നാട്ടുകലിലെ ജിതിൻ 23, മലമ്പുഴ കാഞ്ഞിരക്കടവിലെ ജിനു 30, ഈരാറ്റുകൽ ചെറുനല്ലി വീട്ടിൽ രാജീവ് 35, അംബികാപുരം പുള്ളിയോട് വീട്ടിൽ ജിതീഷ് 32 എന്നിവരാണ് അറസ്റ്റിലായത്. ഒരു കാറും പിടിച്ചെടുത്തു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 12 ആയി. പ്രധാന പ്രതി ഉൾപ്പെടെ 3 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പിടിയിലായ പ്രതികളിൽ നന്ദകുമാർ, അനീഷ് എന്നിവർക്ക് ഇത്തരം കവർച്ചകൾ ചെയ്ത് പരിചയമുള്ളതിനാൽ അവരുടെ വാഹനങ്ങളും പണത്തിനാവശ്യമുള്ള മറ്റു പ്രതികളെയും സംഘടിപ്പിച്ചത്. 2 ദിവസം കോയമ്പത്തൂരിൽ താമസിച്ച് ദേശീയപാതയിൽ റിഹേഴ്സൽ നടത്തി. പരാതിക്കാരനായ എറണാകുളം പട്ടിമറ്റം സ്വദേശി അസ്ലം സിദ്ദിഖിന്റെ മനസാന്നിധ്യത്തിലാണ് ഇവരുടെ തിരക്കഥ പൊളിച്ചത്. ജൂൺ 14-ന് പുലർച്ചെ 3 മണിക്ക് ദേശീയപാതയിലെ പാലത്തുറ പിരിവിലായിരുന്നു കാർ കുറുകെയിട്ട് ആക്രമിച്ചു കവർച്ചയ്ക്ക് ശ്രമിച്ചത്. അയലൂർ കൽച്ചാടിയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു.
എൽദോസ് പണ്ടിക്കുടിയിൽ എം അബ്ബാസ്, ഒറവച്ചിറ കുള്ളായി കൃഷ്ണൻ, വേണുഗോപാലൻ കൃഷ്ണൻ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. കുരുമുളകും വള്ളികളും താങ്ങുമരങ്ങളും കായ്ച്ചു തുടങ്ങിയ കമുക്, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയും നശിപ്പിച്ചു. വൈദ്യുതി വേലി മറികടന്നാണ് കൃഷിയിടങ്ങളിൽ എത്തുന്നത്. പഴക്കം ചെന്ന വൈദ്യുതി വേലിയിലെ ബാറ്ററിയുടെ ശേഷി വർദ്ധിപ്പിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. മാൻ, കാട്ടുപന്നി, കുരങ്ങ്, മലയെണ്ണാൻ തുടങ്ങിയവയുടെ ശല്യവുമുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച സൗരോർജ്ജ തൂക്കുവേലിയുടെ നിർമ്മാണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. പച്ചക്കറി വില കുതിച്ചുയരുന്നു. ബീൻസ്, പാവയ്ക്ക, ഇഞ്ചി തുടങ്ങിയവയുടെ വില 100 കടന്നും മുന്നോട്ട്. 35 രൂപയുണ്ടായിരുന്ന തക്കാളിയുടെ വില 80-ലെത്തി. വരും ദിവസങ്ങളിലും വില വർധനവ് തുടരുമെന്നാണ് വിപണി നൽകുന്ന സൂചന. മത്സ്യത്തിനും മാംസത്തിനും വില കൂടിയതിന് പിന്നാലെ പച്ചക്കറിക്കും കുത്തനെ വില ഉയർന്നത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിച്ചിട്ടുണ്ട്. പച്ചക്കറികൾക്ക് 2 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലധികമാണ് ഇപ്പോഴത്തെ വില. 2 ആഴ്ച കൂടി വിലക്കയറ്റം ഉണ്ടാകും എന്ന വിലയിരുത്തലിലാണ് ഹോർട്ടികോർപ്പും സർക്കാരും. ഉള്ളിയും ബീൻസും അടക്കം പച്ചക്കറികൾക്ക് 10 മുതൽ 25 രൂപ വരെ വില ഉയർന്നിട്ടുണ്ട്. വലിയുള്ളി കിലോയ്ക്ക് 50, ചെറിയുള്ളി കിലോയ്ക്ക് 80. 2 ആഴ്ച മുമ്പ് പടവലം 15 രൂപയായിരുന്നു വില. ഇപ്പോഴത് 25 രൂപയായി ഉയർന്നു. 25 രൂപ വിലയുണ്ടായിരുന്ന വഴുതന 40 രൂപയിലേക്ക് എത്തി. 40 രൂപ വിലയുണ്ടായിരുന്ന കടച്ചക്കയുടെ നിലവിലെ വില 60 രൂപയാണ്. 25 രൂപ വിലയുണ്ടായിരുന്ന വെണ്ടയ്ക്കയ്ക്ക് ഇപ്പോൾ 45 രൂപയിലെത്തി. 30 രൂപ വിലയുള്ള പയർ 80 രൂപ വരെ എത്തി. അതേസമയം സംസ്ഥാനത്തെ പഴം, പച്ചക്കറികളിൽ വിൽപ്പന നടത്തുന്ന വ്യാജ ജൈവ ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് കർശന നടപടി കൈക്കൊള്ളുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന കീടനാശിനി സാന്നിധ്യമുള്ള ഉൽപ്പന്നങ്ങളിന്മേലും പരിശോധന നടത്തി നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ ടി.എ. മധുസൂദനൻ, തോട്ടത്തിൽ രവീന്ദ്രൻ തുടങ്ങിയ അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു കൃഷിമന്ത്രി. ജൈവിക കാർഷിക മിഷൻസ്, പോഷക സമൃദ്ധി മിഷൻ എന്നീ പദ്ധതികളിലൂടെ സുരക്ഷിത ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരികയാണ്. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പഴം, പച്ചക്കറികളിൽ അവശേഷിക്കുന്നതിനേക്കാൾ കീടനാശിനി സാന്നിധ്യം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പഴം, പച്ചക്കറികളിൽ ഉണ്ടെന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളതിനാൽ അതിർത്തി കടന്നെത്തുന്ന പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കും. ഇനി ആരോഗ്യം. സമൂഹത്തിന്റെ പ്രതീക്ഷയും പുരുഷൻ എന്ന പദവിയും പലപ്പോഴും പുരുഷന്മാരെ അവരുടെ വികാരങ്ങളെ ഉള്ളിലൊതുക്കാൻ പ്രേരിപ്പിക്കുന്നു. തുറന്നു പറയാനോ പ്രകടിപ്പിക്കാനോ കൂട്ടാക്കാതെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് വീഴുന്നു. ആഗോളതലത്തിൽ സ്ത്രീകളെക്കാൾ 3.5 മടങ്ങ് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. പുരുഷന്മാർ നേരിടുന്ന മാനസിക രോഗ പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കാനും അവർക്ക് പിന്തുണയേകാനുമായി ജൂൺ മാസം പുരുഷന്മാരുടെ മാനസികാരോഗ്യ മാസമായി ആചരിക്കുന്നു. ഉത്കണ്ഠ, വിഷാദം ഉൾപ്പെടെയുള്ള മാനസിക അനാരോഗ്യ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും വൈദ്യസഹായം തേടുന്ന പുരുഷന്മാരുടെ എണ്ണം പൊതുവെ കുറവാണ്. വികാരങ്ങൾ അടിച്ചമർത്തുന്നത് മാനസിക ആരോഗ്യത്തെ മാത്രമല്ല ശാരീരികാരോഗ്യത്തെയും ബാധിക്കുന്നു. മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നിവ നിങ്ങളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും. ദേശീയ ഹെൽത്ത് ഇന്റർവ്യൂ സർവേ പ്രകാരം
4ൽ 1 പുരുഷന്മാർ മാത്രമാണ് മാനസികാരോഗ്യ വിദഗ്ധരെ സമീപിക്കുന്നത്. മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വീട്ടിൽ നിന്നാണ് ഈ ശീലം വളർത്തിയെടുക്കേണ്ടത്. സങ്കടം വന്നാൽ കരയുക എന്നത് ഏതൊരു ജീവിയുടെയും അടിസ്ഥാന ഭാവമാണ്. കരയുന്നതിലൂടെ വൈകാരികമായ കരച്ചിൽ ഓക്സിഡോസിൻ എന്ന ഹോർമോണിനെയും എൻഡോജീനിയസ് ഓപ്പിയോഡ്സ് അഥവാ എൻഡോർഫിനുകളെയും പുറന്തള്ളുന്നു. ഇത് തലച്ചോറിലെ സന്തോഷമുണ്ടാക്കുന്ന രാസവസ്തുക്കളാണ്. ഇവ വൈകാരികമായ വേദനയെ ഇല്ലാതാക്കുന്നു എന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നു. ദുഃഖവും ഉത്കണ്ഠയും തുറന്നു പ്രകടിപ്പിക്കുന്നത് മോശമായ കാര്യമല്ല. കരച്ചിൽ ഒരിക്കലും നിങ്ങളെ ഭീരുവാക്കില്ല, മറിച്ച് മാനസികമായി കരുത്തുള്ളവരാക്കാൻ സഹായിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് നഗരത്തിലെ എല്ലാ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകളും അംഗീകരിച്ച് ഉത്തരവിറക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ. അട്ടപ്പാടി ചുരം യാത്രാ ദുരിതം, ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. നെല്ലിയാമ്പതിയിൽ 27-ന് ഹർത്താൽ. വിജയുടെ 50ാം പിറന്നാൾ ഏകദിന ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ആഘോഷിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.